നമ്മളിന്ന് ടൈപ്സ് ഓഫ് ഫെമിനിസം ആണ് പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് വേവ്സ് ഓഫ് ഫെമിനിസം പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് ഈ ഫെമിനിസം എന്നുള്ള ഐഡിയ വന്നതും അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, ഒരു വലിയ ഐഡിയോളജിയാണ്. അപ്പോൾ അതിൽ തന്നെ പല രീതിയിൽ ചിന്തിക്കുന്ന വിഭാഗങ്ങളുണ്ടാവാം. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ സമത്വം ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനമാണെങ്കിൽ പല രീതിയിലാണ് ഓരോരുത്തരും ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഫെമിനിസത്തെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഇസ് ലിബറൽ ഫെമിനിസം. ഇത് 19th സെഞ്ച്വറി ഏർലി 20th സെഞ്ച്വറി ആ ഒരു ടൈമിലാണ് ഇത് തുടങ്ങുന്നത്. പോപ്പുലർ ആയത് 1950s 60s കാലഘട്ടങ്ങളിലാണ്. അതായത് വെൻ മെനി സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് വെർ ടേക്കിംഗ് പ്ലേസ്. ആ സമയത്ത് ഒരുപാട് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്സുകൾ അമേരിക്കയിലൊക്കെ 1960s അവിടെ ഒരു ബ്ലാക്കിനൊക്കെ വേണ്ടിയുള്ള സമരങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു ലിബറൽ ഫെമിനിസം എന്നുള്ള ഐഡിയ വരുന്നത്. അതുപോലെ ഫ്രഞ്ച് റവല്യൂഷൻ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഇവർക്കുണ്ടായിരുന്നു. All people are created equal by God and deserve equal rights. Individualism focused on elimination of female subordination. അതായത് ഇവരുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് ലിബറൽ ഫെമിനിസ്റ്റുകളുടെ, ലിബറൽ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫ്രീഡം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ദൈവം എല്ലാവരെയും ഒരേപോലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസത്തോടെയൊന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റുകൾ ലഭിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. അതുപോലെ തന്നെ എലിമിനേഷൻ ഓഫ് ഫീമെയിൽ സബോർഡിനേഷൻ. സ്ത്രീകളെ എപ്പോഴും ഒരു രണ്ടാം പൗരനായി കാണുന്ന ആ ഒരു രീതിയെ ഇവരെന്ത് ചെയ്തിരുന്നു, എതിർത്തിരുന്നു. ഇല്ലെങ്കിൽ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ആ ഒരു ഐഡിയ വേണ്ട എന്നുള്ളതായിരുന്നു. ഓക്കെ, വ്യൂ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സെറ്റപ്പ് ആസ് ഐഡിയൽ ടു അഡ്രസ് ദ ഇഷ്യൂ. അപ്പോൾ ഇവരിതിനെ ജനാധിപത്യപരമായി ഈ വിഷയത്തെ അവതരിപ്പിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സെറ്റപ്പിലൂടെ അഡ്രസ്സ് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചിരുന്നത്. ലിബറൽ ഫെമിനിസ്റ്റ് ഡു നോട്ട് യൂസ് ദ ലാംഗ്വേജ് ഓഫ് റവല്യൂഷൻ ഓർ ലിബറേഷൻ ഫേവേർഡ് ബൈ റാഡിക്കൽസ് ആൻഡ് സോഷ്യലിസ്റ്റ്. അതായത് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നതും റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്, വേറൊരു ടൈപ്പാണ്. അപ്പോൾ അവരെപ്പോലെ അവർ റവല്യൂഷൻ, ഒരു വിപ്ലവത്തിനാണ് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവർ വിപ്ലവമല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവണം എന്നാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത്. സോ ദേ ബിലീവ് ദാറ്റ് ഡെമോക്രസി ഇറ്റ്സെൽഫ് ഇറ്റ്സ് നാച്ചുറലി അഡാപ്റ്റബിൾ ടു ഇക്വാലിറ്റി ഫോർ ബോത്ത് സെക്സസ്. അതായത് ജനാധിപത്യത്തിലൂടെ എല്ലാവരുടെ ഒരു തുല്യതയാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. അതായത് നമ്മൾ ജനാധിപത്യം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭരണഘടന വെച്ച് തന്നെ നോക്കിയാട്ടെ, അതിലെല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവരും നാച്ചുറലി ബാധ്യസ്ഥരാണ്. സോ ഒരു ലിബറൽ വേ ഓഫ് സ്വതന്ത്രമായൊരു ചിന്താഗതിയിലൂടെയാണ് ഇവർ ഫെമിനിസത്തെ സമീപിച്ചിരുന്നത്. സോ എഗ്രീഡ് ദാറ്റ് മെൻ ആൻഡ് വുമൺ മൈറ്റ് ബി സ്യൂട്ടഡ് ഫോർ ഡിഫറെൻറ്റ് റോൾസ്, ഹൗസ് ഹോൾഡ് വേഴ്സസ് വർക്ക് പ്ലേസ്, ബട്ട് ഡിമാൻഡ് ഫോർ റെക്കഗ്നീഷൻ ഓഫ് വുമൺ റോൾ ഹൗസ് ഹോൾഡ് വേജസ് 1970s. അതായത് ഇവർ സമ്മതിക്കുന്നുണ്ട്, എന്താ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് എല്ലാ ജോലികളും തുല്യമായി ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ, അല്ലേ? ഒരു പുരുഷൻ ചെയ്യുന്ന എല്ലാ തൊഴിലുകളും സ്ത്രീക്ക് അതേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുരുഷന് അതേപോലെ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ സ്ത്രീക്ക് ഹൗസ് ഹോൾഡ് വർക്ക്, അതുപോലെയാണ് പുരുഷന് വർക്ക് പ്ലേസിലെ വർക്ക്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എന്ത് കിട്ടണം, ഈ ഹൗസ് ഹോൾഡ് വർക്കിനും വേജസ് ലഭിക്കണം എന്നുള്ള ഒരു ഐഡിയ 1970s ഇവർ ഉന്നയിക്കേണ്ടായി. വുമൺ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ദെയർ ഫ്യൂച്ചർ ആൻഡ് ഡു നോട്ട് ഹാവ് ഇറ്റ് ചോസൺ ഫോർ ദം എന്താ പറയുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ഭാവിയിൽ എന്താവണം ഇല്ലെങ്കിൽ അവരുടെ ഭാവി എന്താവണം എന്ന് തീരുമാനിക്കേണ്ട ആരാണ്? സ്ത്രീകൾ തന്നെയാണ്. അല്ലാണ്ട് അത് വേറൊരാളെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല എന്നും കൂടി ആര് വിശ്വസിക്കുന്നു? ഇവർ വിശ്വസിക്കുന്നില്ല, ലിബറൽ ഫെമിനിസ്റ്റ്. ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആണ്. വളരെ പ്രശസ്തിയായ എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ എന്നുള്ള ആ ഒരു ബുക്ക് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത് ഇവരാണ്. and which commented on society's views of women and encouraged women to make separate decisions other than those made for them by society. This was the first treatise on feminism. She was the later credited with being a liberal feminist. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ത്രീത്വത്തെ ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് എങ്ങനെ ആയിരിക്കണം ഇല്ലെങ്കിൽ എന്താണ് സ്ത്രീക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ പറയുന്നത് ഇവരുടെ
വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ എന്നുള്ള ബുക്കിലൂടെയാണ്. സോ അത് ആ ഒരു ബുക്കാണ് എല്ലാത്തിൻ്റെ തുടക്കം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ജോൺ സ്റ്റുവർട്ട് മിൽ, JS മിൽ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റാണ് അദ്ദേഹം. അതുപോലെ ഒരു ഹ്യൂമാനിറ്റേറിയനാണ്. അദ്ദേഹവും ബിലീവ് ചെയ്യുന്ന എന്താണ്, ഈക്വൽ റൈറ്റ്സ് ഫോർ ബോത്ത് ദ സെക്സസ്. എല്ലാ സെക്സുകൾക്കും ഏതായിക്കോട്ടെ, മെയിൽ ഓർ ഫീമെയിൽ ഓർ എനി അതർ എന്താണെങ്കിലും ദേ ഹാവ് ഈക്വൽ റൈറ്റ് ഇൻ ദിസ് വേൾഡ്. സോ അദ്ദേഹത്തിൻ്റെ സബ്ജക്ഷൻ ഓഫ് വുമൺ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം 3 മേജർ പാർട്സ് ഓഫ് വുമൻസ് ലൈഫ്സ് ആർ ഹിൻഡറിങ് ദം സ്ത്രീകളുടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ബോദർ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. ഒന്ന് സൊസൈറ്റി, ജെൻഡർ കൺസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവർ ഈ ഒരു ലിബറൽ ഫെമിനിസ്റ്റുകൾ എന്താണ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മെയിൻ ഡിബേറ്റ് എന്ന് നോക്കിയാൽ, ആക്ട്സ് ഓഫ് ലെജിസ്ലേഷൻ അഗെയിൻസ്റ്റ് വുമൺ സബ്ജുഗേഷൻ. ദ ആക്ട്സ് ഓഫ് ലെജിസ്ലേഷൻ ഡിമാൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈറ്റ്സ് ഫോർ വുമൻ, ഇൻക്ലൂഡിംഗ് ഈക്വൽ ആക്സസ് ടു ജോബ്സ് ആൻഡ് ഈക്വൽ പേ. And liberal feminists believe that removing these barriers directly challenges the ideologies of patriarchy as well as liberates women. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ റാഡിക്കൽ ഫെമിനിസമാണ് പറയുന്നത്. അറൗസ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ഇൻ 1960s. സെക്കൻഡ് വേവിൻ്റെ കാലത്തിലാണ് റാഡിക്കൽ ഫെമിനിസം എന്നുള്ള ആശയം വരുന്നത്. ഓക്കെ, സെക്കൻഡ് വേവിലാണ്, 1960s. ഏർലി റാഡിക്കൽ ഫെമിനിസം ബിലീവ്ഡ് ദാറ്റ് മെൻ ആസ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം ഷുഡ് ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. അതായത് ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം ഉണ്ടാക്കുന്നത്, പുരുഷന്മാരാണ്, പാട്രിയാർക്കിയാണ് അല്ലേ. അവർ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടാണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ആരാണ്, മെയിൽ തന്നെയാണ് അല്ലേ. പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നവരല്ലേ സൊല്യൂഷൻ്റെ ഭാഗമാവേണ്ടത്. അതുപോലെ മെൻ ആർ ദി പാർട്ട് ഓഫ് ദ പ്രോബ്ലം ഷുഡ് ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ല, നിങ്ങളും കൂടി ഈ പ്രശ്നത്തിന് കാരണക്കാരാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം, ഇതിൻ്റെ പാർട്ടാവണം എന്നാണ് പറയുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റ് ബിലീവ്സ് ദാറ്റ് ആർ ബേസ്ഡ് on the idea that main cause of women's oppression originates from social roles and institutional structure constructed by male supremacy and patriarchy. അപ്പോൾ എല്ലാത്തിൻ്റെ പ്രശ്നം എന്താണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവരുടെ വിശ്വാസം എന്താണ്, സ്ത്രീകളുടെ അടിച്ചമർത്തലിനെ അല്ലെങ്കിൽ സ്ത്രീകളെ രണ്ടാം പൗരന്മാരായി കാണുന്നതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് അവർക്ക് നൽകിയിരിക്കുന്ന സോഷ്യൽ റോൾസിൽ നിന്നാണ്. അതായത് സ്ത്രീ അടുക്കളപ്പണി ചെയ്യേണ്ടവളാണ്, അല്ലെങ്കിൽ അവൾ പ്രസവിക്കുന്നവളാണ്, കുട്ടിയെ നോക്കേണ്ടവളാണ്, അവളാണ് കുടുംബത്തെ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള ഒരു ജെൻഡർ റോള്, സൊസൈറ്റൽ റോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. അതുമാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, ഏതൊരു മേഖല നമ്മളെടുക്കുകയാണ്, കുടുംബം എന്നുള്ള ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഒന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്, മെയിൽ സുപ്രമസി ആൻഡ് പാട്രിയാർക്കിയാണ് അല്ലേ. വരുമാനം കൊണ്ടുവരേണ്ടത് പുരുഷനാണ്. അതേസമയം പുരുഷൻ ഇങ്ങനെ ചിന്തിച്ചൂടെ, ഞാനും അവളും കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, വരുമാനം കണ്ടെത്തേണ്ടത്, രണ്ടുപേരുമാണ് കുട്ടികളെ നോക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി സൃഷ്ടിക്കാതെ കുട്ടികളെ നോക്കുക എന്ന കാര്യം, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ പുരുഷൻ സ്ത്രീക്ക് മാറ്റിവെക്കുകയും പുരുഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആവുമ്പോൾ അവിടെയാണ് എന്തുണ്ടാവുന്നത്, പ്രോബ്ലംസ് ഉണ്ടാവുന്നതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. formed the women's liberation movement in order to allow a space for the consideration of women's oppression outside the male-oriented knowledge and politics. അപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്തൊരു മൂവ്മെൻ്റാണ് വുമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്. എന്തിനാണ്, ടു അലൗ സ്പേസ് ഫോർ കൺസിഡറേഷൻ ഓഫ് വുമൻസ് ഒപ്രഷൻ ഔട്ട്സൈഡ് ഓഫ് ദി മെയിൽ ഓറിയൻറ്റഡ് നോളജ് ആൻഡ് പൊളിറ്റിക്സ്. അതുപോലെ അവരെപ്പോഴും റവല്യൂഷൻ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ബുക്കുകൾ എഴുതി ലഘുലേഖകൾ എഴുതി ഇരുന്നത് കൊണ്ട് മാത്രം പ്രോബ്ലം സോൾവ് ആവില്ല. ഈ സിസ്റ്റം തന്നെ മാറണം, ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഈ പുരുഷൻ്റെ മേധാവിത്വം മൊത്തം അടിച്ചമർത്തിയാൽ മാത്രമേ ഇവിടെ മാറ്റമുണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് തീവ്ര ചിന്താഗതി എന്ന് നമ്മൾ പറയുന്ന ഒരു കൂട്ടമാണ് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ടി ഗ്രേസ് എക്സ്കൻ, അതുപോലെ സൂസൻ ബ്രൗൺ മില്ലർ, മേരി ഡെയ്ലി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ വുമൻസ് ആർ ബീങ് സീൻ ആസ് അതർ ടു മെയിൽ നോം, സോ ദേ ഹാവ് ബീൻ സിസ്റ്റമാറ്റിക്കലി ഒപ്രസ്ഡ് ആൻഡ് മാർജിനലൈസ്ഡ് ഓവർ ദി കോഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി. സ്ത്രീകളെ പുരുഷൻ ആൻഡ് അതേഴ്സ്, മനസ്സിലായില്ലേ? പുരുഷൻ എന്ന വിഭാഗവും മറ്റുള്ളവർ എന്ന വിഭാഗത്തിലാണ് സ്ത്രീയെ കാണുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പുരുഷൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ സ്ത്രീകൾ
പുരുഷനല്ലാത്തവരാണ് എന്ന് പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരെ ഒപ്രസ് ചെയ്യുകയും മാർജിനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ പാട്രിയാർക്കിക്ക് ഓപ്പോസിങ് ആണ്. അതുപോലെ തന്നെ അബോളിഷ് പാട്രിയാർക്കി ആൻഡ് ചാലഞ്ച് ദ എക്സിസ്റ്റിംഗ് നോംസ്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ ആരാണ്? പുരുഷന്മാരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതില്ലാതാക്കണം, ഇല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യണം. അത് മാത്രമല്ല പാട്രിയാർക്കി അബോളിഷ് ചെയ്യണം എന്നാണ് ഇവരുടെ വിശ്വാസം, അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്നത്, ട്രൈ ചെയ്യുന്നത്. ബിലീവ്ഡ് ഇൻ എക്സ്പാൻഡിങ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് സച്ച് ആസ് റൈറ്റ് ടു അബോർഷൻ, സ്റ്റെറിലൈസേഷൻ, ബർത്ത് കൺട്രോൾ ആൻഡ് ഫ്രീഡം ടു മേക്ക് ദീസ് ചോയ്സസ് വിത്തൗട്ട് പ്രഷർ ഫ്രം മെൻ ഓർ ദ ഗവൺമെൻറ്റൽ ആൻഡ് റിലീജിയസ് അതോറിറ്റീസ്. അതായത് ഒരു സ്ത്രീക്ക് പ്രസവിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? ആ സ്ത്രീക്ക് തന്നെയാണ്, അല്ലേ? ഒരു അമ്മയാവണമെന്ന് ആ സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത്. അതൊരിക്കലും സൊസൈറ്റിയോ ഇല്ലെങ്കിൽ ഭർത്താവോ ഇല്ലെങ്കിൽ ഗവൺമെൻറ്റോ അതിലിടപെടാൻ പാടില്ല. മനസ്സിലായില്ലേ? അതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് റൈറ്റ് ടു അബോർട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ സ്റ്റെറിലൈസേഷൻ വേണമെങ്കിൽ അത് കളയാനുള്ളത്, അതുപോലെ ബർത്ത് കൺട്രോൾ, കുട്ടികൾ ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം മതി. ഓക്കെ, അങ്ങനെയുള്ള ചിന്താഗതിയെ ഇവരെന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇതിൽ കൈ കടത്തരുത് എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. സി പ്രോസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദ ലെൻസ് ഓഫ് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, ഓപ്പറേഷൻ ഓഫ് വുമൺ സെക്ഷലി ആൻഡ് എക്കണോമിക്കലി എന്നാണ് പറയുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ, എന്താണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത് പുരുഷൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അതേസമയം അത് ആരെ ക്രിയേറ്റ് ചെയ്ത്? ഇതേ മെയിൽ സൊസൈറ്റിയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാണ്? ഒരു കൂട്ടം സ്ത്രീകളെ അവർ ഒപ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്സ് വർക്കിനെ അവരെ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനൊരു സൊസൈറ്റി ഉള്ളതുകൊണ്ടാണ്, പാട്രിയാർക്കി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സെക്ഷുവലിയും എക്കണോമിക്കലിയും സ്ത്രീകളെ ചൂഷണം ചെയ്യാണ് മെയിൽ എന്ന് അവർ വാദിക്കുന്നു. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് റേപ്പ് ആസ് എക്സ്പ്രഷൻ ഓഫ് പാട്രിയാർക്കി റാദർ ദാൻ സീക്കിംഗ് സെക്ഷൽ പ്ലഷർ. അതായത് സെക്ഷൽ പ്ലഷർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, റേപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും റേപ്പുകൾ ഉണ്ടാവണ്ടേ? ഇല്ല. അത് പകരം എന്താണ്, ഒരു സ്ത്രീക്ക് മേൽ പുരുഷന് ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്തിനെ കാണുന്നത്? റേപ്പിനെ കാണുന്നത്. ഏതൊരു സ്ത്രീയെയും തനിക്ക് എന്ത് ചെയ്യാം, റേപ്പ് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരുന്നത് അത് പാട്രിയാർക്കി ഉള്ളതുകൊണ്ടാണ്. ഒരു ഇക്വാലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ആ ഒരു ധൈര്യം കിട്ടണമെന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സീക്കിംഗ് സെക്ഷൽ പ്ലഷറിനപ്പുറം അത് ഒരു എക്സ്പ്രഷൻ ഓഫ് പാട്രിയാർക്കിയാണ് എന്ത്, റേപ്പ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഈ ഒരു റാഡിക്കൽ ഫെമിനിസം കുറച്ച് ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട്, അതും കൂടി പറയാം. ഫോക്കസ് ഓൺ വൈറ്റ് വുമൺ ആൻഡ് മിഡിൽ ക്ലാസ്. എന്താണ്, ബ്ലാക്ക് വുമൻ്റെ പ്രശ്നങ്ങൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടില്ല. അവർ വൈറ്റ് വുമൻ്റെയും മിഡിൽ ക്ലാസ് വുമൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് അഡ്രസ്സ് ചെയ്തത് എന്നുള്ളൊരു വാദമുണ്ട്. അതുപോലെ തന്നെ ഓഫൺ റിസോർട്ട് ടു വയലൻസ് ആൻഡ് പ്രൊക്ലെയിംസ് ഹെയ്റ്റ് സ്പീച്ച്. എന്താണ്, പുരുഷനെന്ന് പറയുന്നത് സ്ത്രീയെപ്പോലെ തന്നെയുള്ളൊരു വിഭാഗമാണ്. അതിലും എന്തുണ്ടാവാം, ചൂഷണങ്ങളുണ്ടാവാം, പുരുഷനും ചൂഷണം അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പുരുഷനെതിരൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്ന പോലെയാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ് സംസാരിക്കുന്നത് എന്ന് ക്രിറ്റിസിസം ഉണ്ട്. ഇത് പറയുന്ന ആരായിരിക്കും? ഓട്ടോമാറ്റിക്കലി എന്തായാലും സ്ത്രീകളായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ വയലൻസ് എപ്പോഴൊരു എന്താണ്, സ്ത്രീക്കുള്ളിലൊരു കലാപം ഉണ്ടാക്കണം, സമൂഹത്തിലൊരു കലാപം ഉണ്ടാക്കണം, സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു കലാപം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന പോലെയാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാഡിക്കൽ ഫെമിനിസ്റ്റ് മെത്തേഡ്സ് ഫോർ റിസോൾവിങ് ടെൻഷൻസ് ആർ ഇംപ്രാക്ടിക്കൽ ആൻഡ് ഇൻഹ്യൂമൻ. അതുമാത്രമല്ല ഇവരെന്താ പറയുന്നത്, ഇവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല, മാത്രമല്ല അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ അത് ഇൻഹ്യൂമൺ ആവും, അല്ലേ? സ്ത്രീകൾ എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴും അവിടെ പുരുഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പോസിഷൻ വിഭാഗത്തിന് തീരെ മനുഷ്യത്വമില്ലാത്ത പോലെ കാണുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസവും ആര് നേരിട്ടിട്ടുണ്ട്? റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ചേഞ്ച് ദ സ്ട്രക്ചേഴ്സ് വിത്തൗട്ട് ഇൻവോൾവിങ് മെൻ. അതായത് ഇവർ പറയുന്നത് സിസ്റ്റം മൊത്തമായിട്ട് മാറ്റണം, ഒരു പുരുഷൻ്റെയും കൂടി സപ്പോർട്ടില്ലാണ്ട് അത് മാറ്റാൻ പറ്റുമോ? ഒരു കുടുംബം ഇപ്പോൾ ഉള്ള ഒരു പാട്രിയാർക്കിൽ നിന്ന് മാറി ഈക്വാലിറ്റി എന്ന് പറയുന്നത് അത് പുരുഷനും കൂടി ഏത് ലെവലിലേക്ക് വരണം? ആ ഒരു സ്ത്രീ ചിന്തിക്കുന്ന ലെവലിലേക്ക്, ഇല്ലെങ്കിൽ അത്രയും ഉയരത്തിൽ ചിന്തിക്കണം, അല്ലേ? അതും ചെയ്യാതെ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരെ കുറ്റം പറഞ്ഞാൽ അവരെ ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ? ഇല്ല. ആ ഒരു ക്രിറ്റിസിസവും ആര് കേട്ടിട്ടുണ്ട്?
റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് മാർക്സിസ്റ്റ് ഓർ സോഷ്യലിസ്റ്റ് ഫെമിനിസം. എന്താണ് മാർക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എക്കോണമിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കാണേണ്ടത്. ഇത് 1960-70s ഈ ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസം വരുന്നത്. മാർക്സിസ്റ്റ് ഫെമിനിസം എക്സാമിൻഡ് ദ വേ ഇൻ വിച്ച് വുമൺ ആർ ഒപ്രസ്ഡ് ബൈ ദി സിസ്റ്റം ഓഫ് ക്യാപിറ്റലിസം ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എങ്ങനെയാണ് കാണുന്നത്? സ്ത്രീകളെ ഈ ക്യാപിറ്റലിസത്തിൽ സ്ത്രീകളെ എങ്ങനെ അടിച്ചമർത്തുന്നു, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ഇല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം, ഇതുവഴി സ്ത്രീകൾക്ക് എത്രത്തോളം ഒപ്രഷൻ വരുന്നുണ്ട് എന്നാണ് ഇവർ കാണുന്നത്. നീഡ് ടു റീസ്ട്രക്ചർ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ത്രൂ ദി റവല്യൂഷൻ. ഒരു വിപ്ലവത്തിലൂടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ, മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഈസ് സിമിലർ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊലറ്റേറിയറ്റ് ആൻഡ് ബൂർഷാസി. എന്താ പറയുന്നത്? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ബൂർഷയും തൊഴിലാളി വർഗവും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ പോലെയാണ് കമ്പയർ ചെയ്യുന്നത്. ബൂർഷ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണല്ലേ, ലാഭം കിട്ടുക. അതുപോലെ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ എന്തായിട്ട് കാണുന്നു? ഒരു തൊഴിലാളി വർഗമായിട്ട് കാണുന്നു. അവരെയും എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്കണോമിക് സ്ട്രക്ചർ മാറുകയാണെങ്കിൽ എന്തുണ്ടാവും? ഒരു റവല്യൂഷൻ വരികയാണെങ്കിൽ എല്ലാം ഈക്വൽ ആവും, ഇല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉണ്ടാവും, ഇല്ലെങ്കിൽ സോഷ്യലിസ്റ്റിക് ഒരു സൊസൈറ്റി ഉണ്ടാവും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് ആലിസൺ ജാഗർ ആൻഡ് ക്ലാര ഫ്രേസറാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ വുമൺ ഓപ്പറേഷൻ ഈസ് ത്രൂ ദ ഫാമിലി ആസ് ഹെർ റിപ്രൊഡക്റ്റീവ് ലേബർ ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നാണ്. സ്ത്രീകളുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ അവളുടെ റീപ്രൊഡക്റ്റീവ് ലേബർ ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ വാദം. അതുപോലെ തന്നെ ആർഗ്യൂസ് ദാറ്റ് ക്യാപിറ്റലിസം ലീഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് വുമൺ. ക്യാപിറ്റലിസം കാരണമാണ് സ്ത്രീകൾക്ക് ഓപ്പറേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ തിയറിയിലെ റോൾ ഓഫ് ജെൻഡർ ആൻഡ് പാട്രിയാർക്കിയെ റീഇൻഫോഴ്സ് ചെയ്യണമെന്നും ഇവർ പറയുന്നുണ്ട്. അതുപോലെ ലിബറേറ്റിംഗ് ബൈ ഇംപ്രൂവിങ് ദർ മെറ്റീരിയൽ കണ്ടീഷൻ വുമൺ ആർ ഒപ്രസ്ഡ് ഡ്യൂ ടു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ഓൺ മെൻ. അതൊരു ശരിയായിട്ട് കാര്യമായിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഒരു സ്ത്രീക്ക് സമ്പാദിക്കാനും അവൾക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങൾ ബെറ്റർ ആവുകയാണെങ്കിൽ എന്തുണ്ടാവും? അവിടെ സ്ത്രീക്ക് ഓപ്പറേഷൻ ഉണ്ടാവില്ല. അതായത് അവൾ ഒരു മെന്നിനെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഷീ ഈസ് ഓൾവേസ് വിൽ ബി ഒപ്രസ്ഡ്. അത് മാറി ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ അവളുടെ ചുറ്റുമുള്ള മെറ്റീരിയൽ കണ്ടീഷൻസ് ഒക്കെയാണോ അതുപോലെ തന്നെ അവൾക്ക് സമ്പാദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഓക്കെ, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സബോർഡിനേഷൻ ഈസ് നോട്ട് റിസൾട്ട് ഓഫ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ബട്ട് സോഷ്യൽ പൊസിഷൻ. അതായത് ബയോളജിക്കൽ ഫീച്ചേഴ്സ് കാരണമല്ല സ്ത്രീ പുരുഷനേക്കാളും താഴെയാവുന്നത്. അതെന്തുകൊണ്ടാണ്? സോഷ്യൽ പൊസിഷൻസിലാണ് അല്ലേ. ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ എന്നുള്ളിടത്ത് ഗൃഹനാഥ വരികയാണെങ്കിൽ എന്തില്ല, അത്രയും പ്രോബ്ലംസ് ഉണ്ടാവില്ല അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിന് നേരിട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? എക്കണോമിക് റീസൺസ് ആണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ എക്കണോമിയാണ് പറയുന്നത്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശരിയാണ്, എക്കോണമിയാണ് എന്ത് എല്ലാത്തിൻ്റെയും ബേസിലെ. സമ്പത്തുള്ളവനാണ് എല്ലാ കാലത്തും നല്ല കാര്യങ്ങൾ ലഭിക്കുന്നത്, ഇല്ലാത്തവൻ എപ്പോഴും എന്താണ്? ഇല്ലായ്മയാണ്. അപ്പം അത് മാറണം. അങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ചേഞ്ച് ഇൻ ദ എക്കണോമിക് സ്ട്രക്ചർ കനോട്ട് ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. അതൊരു കാര്യമില്ലേ. ക്രിറ്റിസിസം ആണിത്. എന്താണ് കേട്ടത്? അതായത് നമ്മളെ സാമ്പത്തിക അവസ്ഥ മാറി, ഓക്കെ, സ്ത്രീയും സമ്പാദിക്കാൻ തുടങ്ങി, എന്നിട്ടും സ്ത്രീക്ക് നേരെയുള്ള ആറ്റിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നടക്കുന്ന നമ്മൾ കാണുന്നൊരു കാഴ്ച. സ്ത്രീ എന്താണ്? ജോലി നേടുന്നു, അവൾ അവളുടേതായ കാലിൽ നിൽക്കുന്നു. പക്ഷേ സ്ത്രീയുടെ റോൾ എന്താണ്? ആസ് പെർ ദ സൊസൈറ്റി അവൾ പ്രസവിക്കേണ്ടവളാണ്, കല്യാണം കഴിക്കേണ്ടവളാണ്. ഇതൊരു പെൺകുട്ടി ചെയ്തില്ലെങ്കിൽ എന്താണ്? അവൾ പിറ്റേന്ന് മുതൽ അതാണ് ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറും അല്ലേ. അവളൊരു ബാഡ് വുമൺ ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്കെതിരെ നിൽക്കുന്ന ആളായിട്ട് മാറും. അപ്പം മൈൻഡ് സെറ്റാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം മാറ്റേണ്ടത്. ഓക്കെ, അടുത്തത് സൈക്കോ അനലിറ്റിക്കൽ ഫെമിനിസം. നമുക്കറിയാം സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു സിഗ്മണ്ട് ഫ്രൂയിഡ്. അപ്പോൾ അതിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ ഒരു ആശയം വരുന്നത്. ഇതിൽ പറയുന്നത് സൈക്കോ അനലിറ്റിക്കൽ ഫെമിനിസ്റ്റ് ബിലീവ് ദാറ്റ് വുമൺ ഓഫ് വേ ഓഫ് ബിഹേവിങ് ഈസ് റൂട്ടഡ് ഇൻ ഹെർ സൈക്കി. അതായത് സ്ത്രീയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അവളുടെ മൈൻഡ് സെറ്റിൽ നിന്നും തന്നെ ഉണ്ടാവുന്നതാണ്. ദ ഐഡിയൽ ഹ്യൂമൻ പേഴ്സൺ ഇസ് ബ്ലെൻഡ് ഓഫ് പോസിറ്റീവ് ഫെമിനൈൻ ആൻഡ് പോസിറ്റീവ് മസ്കുലിൻ ട്രെയ്റ്റ്സ്. അതായത് ഒരു ഹ്യൂമൺ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ മനുഷ്യൻ ഇല്ലെങ്കിൽ ഒരു ഐഡിയൽ
മികച്ചത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കും, അതിൽ പോസിറ്റീവ് ഫെമിനിൻ ക്വാളിറ്റീസും പോസിറ്റീവ് മെയിൽ ക്വാളിറ്റീസും വരുമ്പോഴാണ് എന്താവുന്നത്, അത് ഒരു നല്ല മനുഷ്യനാവുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും ഇതിനെ സ്വാധീനിക്കാം എന്ന് പറയുന്നു. ഇതിൻ്റെ ഈ ഒരു സൈക്കോ അനലിറ്റിക്കൽ ഫെമിനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു അതിനെ കുറിച്ച് വാദിച്ച ഒരാളെന്ന് പറയുന്നത് നാൻസി ഷോഡ്രോവ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഫ്രൂയിഡിയൻ ആൻഡ് ലാക്കനിയൻ സ്കൂൾ ഓഫ് സൈക്കോ അനലിറ്റിക്സ് ഉണ്ട് ഫെമിനിസത്തിൽ തന്നെ. അതിൽ ഫ്രൂയിഡിയൻ തിയറി പറയുന്നത് മോർ കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഡോമിനൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ജെൻഡേർഡ് സബ്ജക്ട്സ്. ഓക്കെ, അതേസമയം ലാക്കൻ്റെ ഇത് പറയുകയാണെങ്കിൽ അനാലിസിസ് ദ ലിങ്ക് ബിറ്റ്വീൻ ജെൻഡേർഡ് ഐഡൻറ്റിറ്റി ആൻഡ് ലാംഗ്വേജ് എന്നുള്ള ഇതാണ്. ഇനി ഒന്നും കൂടിയുണ്ട്, മെൻസ് ഫെമിനിസം. അത് ഇത്രയും സമയം നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതാണ് കേട്ടത്. ഇനി മെൻ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. മെൻസ് ഫെമിനിസം 1960s 80s സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിലാണ് ഇത് വരുന്നത്. മെൻസ് ഫെമിനിസം എമേർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് വുമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്. ആ ഒരു സമയത്താണ് ഇത് വരുന്നത്. മെൻസ് കോൺഷ്യസ്നെസ് റേസിംഗ് ഗ്രൂപ്പ്സ് എമേർജിങ് ഡ്യൂറിങ് ദ ഏർലി 1970s. ദേ ജനറലി ഹാഡ് ബിനിങ് റിലേഷൻ വിത്ത് ഫെമിനിസം ആൻഡ് വുമൺ. അതായത് ഫെമിനിസ്റ്റുകളോടും വുമണിനോടൊക്കെ കൂടി ചേർന്ന് ഉണ്ടായ ഒരു മെൻസ് കോൺഷ്യസ്നെസ് റേസിംഗ് എന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഐഡിയ 1970s വരുന്നത്. ദ ടാസ്ക് ഓഫ് ദിസ് ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഇസ് ടു സ്റ്റഡി മെൻ ഇൻ ദെയർ റിലേഷൻഷിപ്പ് ടു മെൻ, ടു വുമൺ ആൻഡ് ട്രീറ്റ് ബോത്ത് ആസ് ജെൻഡർ. അതെന്താണ്, ഇതിൽ ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, മെൻ ആൻഡ് ദ റിലേഷൻ ടു ദി വുമൺ. എന്നിട്ട് അവർ ജെൻഡർ ബേസിൽ കാണണം, അല്ലാണ്ട് എന്താണ് ഒരു പുരുഷൻ്റെ കണ്ണിലൂടെ കാണാതെ ഒരു എന്നെപ്പോലെയുള്ള ഒരു സഹജീവിയാണ് എന്നുള്ള രീതിയിൽ കാണണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഡോമിനൻ്റ് മെൻ ക്രിയേറ്റ് എ ഹെജിമണിക് മസ്കുലിനിറ്റി, സോ ദേ ആർ ഓൾസോ ഒപ്രസ് ദ അതർ മെൻ. എന്താണ്, ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ആണെപ്പോഴും ഹെജിമണിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു മേധാവിത്വ ചിന്താഗതിയോടുകൂടിയായിരിക്കും എല്ലാത്തിനെയും കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മെന്നിനെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടാവാം, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടാവാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ബ്രിങ്ങിങ് മെൻ ഇൻ ടു ജെൻഡർ റിസർച്ച്, മാൻസ് ബിഹേവിയർ ടുവേർഡ്സ് അതർ ജെൻഡർ, അമാൽഗമേഷൻ ഓഫ് ദി തിയറി ഓഫ് ഫെമിനിസം. ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പോസ്റ്റ് മോഡേൺ ഫെമിനിസം. അതായത് ഇറ്റ് വ്യൂസ് വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് ബിക്കംസ് വൺ. ഒരാളും എന്തല്ല സ്ത്രീയായിട്ടല്ല ജനിക്കുന്നത്, സെക്സ് വൈസ് എന്താണ് മെയിൽ ഫീമെയിലാണ്, പക്ഷേ അവളൊരു സ്ത്രീ എന്നുള്ള ലേബിൾ കൊടുക്കുന്ന എപ്പോഴാണ്, അത് സമൂഹം അവളെ പെണ്ണായിട്ട് അവളുടെ ഡ്യൂട്ടീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഓക്കെ, സോഷ്യലി കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ബൈ ദി സിസ്റ്റം. ഓക്കെ, ദേ റീകൺസ്ട്രക്ട് ആൻഡ് റീഡിഫൈൻ എവറിത്തിങ്. ഇതിൽ ഇവരെന്താ ട്രൈ ചെയ്യുന്നത്, പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റുകൾ റീകൺസ്ട്രക്ട് ചെയ്യാനും റീഡിഫൈൻ ചെയ്യാനും, അതായത് സ്ത്രീകളുടെ റോളിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു, റീഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ഫോക്കസ് ഹൗ മീനിങ്സ് ആൻഡ് ദ ട്രൂത്ത്സ് ആർ ജനറേറ്റഡ് ഇൻ സോഷ്യൽ ഡിസ്കോഴ്സ്. എങ്ങനെയാണ് സോഷ്യൽ ഡിസ്കോഴ്സസിൽ ഈ ഒരു മീനിങ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്നും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദേ ക്രിട്ടിസൈസ് ദ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ആൻഡ് ഡോമിനേറ്റ് ഓർഡർ, എസ്പെഷ്യലി ഇൻ ദ പാട്രിയാർക്കൽ ആസ്പെക്റ്റ്. അതുപോലെ തന്നെ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പാട്രിയാർക്കൽ ആസ്പെക്റ്റിലൂടെ അവരെങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്തിരുന്നത്, ഇതിനൊക്കെ തന്നെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രപ്പോസസ് ഡീകൺസ്ട്രക്ഷൻ ഓഫ് ഡിസ്കോഴ്സസ് ആൻഡ് പ്രാക്ടീസ്. അതുപോലെ പല പ്രാക്ടീസുകളും സ്ത്രീകൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീകൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫെമിനിസത്തിൽ പറയാനുള്ളത്. ലിബറൽ ഫെമിനിസം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ റാഡിക്കൽ ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം, സൈക്കോ അനലിറ്റിക്കൽ ഫെമിനിസം ആൻഡ് പോസ്റ്റ് മോഡേൺ ഫെമിനിസം. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ഫെമിനിസം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.